ചേർത്ത് നോക്കിയാൽ BJP-യുടെ കാലഘട്ടം സ്വർഗ കാലഘട്ടമാണ് ഇരുന്നു എന്ന് നിങ്ങൾ എന്നെ പറയും. എന്തുകൊണ്ട്? കോൺഗ്രസ് ഒരു മതപക്ഷത്തുള്ള പാർട്ടിയല്ല. അന്തമുള്ളവർക്ക് മനസ്സിലാവും. ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ഒരു MP സുരേഷ് ഗോപിയാണ്. ഓക്കെ, ഒരു ഉസ്താദ് രംഗത്ത് വന്നിട്ടുണ്ട്. 2029 ആരധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിയുടെ ഭരണം നല്ല ഭരണമാണ്, സുരേഷ് ഗോപി നല്ലവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് നല്ല ആർക്ക് വേണമെങ്കിലും അവരവരുടെ അഭിപ്രായം പറയാം. എന്തായാലും ഇതിന്റെ താഴെ ഉസ്താദിന് നല്ലോണം തെറിയൊക്കെ ഞാൻ കണ്ടു കമന്റായിട്ട്. അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഉസ്താദിന്റെ ഭാഗം ശരിയാണോ, എന്റെ അഭിപ്രായം ശരിയാണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. നമുക്ക് എന്തായാലും ഉസ്താദ് പറയുന്നത് ഒന്നൊന്നായിട്ട് കേട്ടു നോക്കാം. ഓക്കെ, 2029 എന്നൊരു വർഷമുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരും ഇന്ത്യയിൽ. എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും ദുരന്ത കാലഘട്ടം അതായിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളി, നിങ്ങൾ എഴുതി വെച്ചോളി. BJP-യേക്കാൾ 1000 മടങ്ങ് പ്രയാസമായ കാലഘട്ടമായിരിക്കും ആ കാലഘട്ടം, യാതൊരു സംശയമില്ല. ഉസ്താദിനോട് സ്നേഹപൂർവ്വം ഒരു കാര്യം പറയുകയാണ്. പൊന്നുസ്താദെ, ഇന്ത്യയിൽ ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല. അഥവാ വരുന്നുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യമാണ്. കോൺഗ്രസിന് എത്ര കൂടിപ്പോയാലും 100-120 സീറ്റ് കിട്ടും. അത് തന്നെ ആദ്യം ഉസ്താദ് പറഞ്ഞത് തെറ്റാണ്. അല്ലെങ്കിൽ ഇപ്പോ BJP ഭരിക്കുന്നതിനേക്കാളും അപ്പുറത്തെ ഭരണമാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. അതായത് ഉസ്താദ് പറയുന്നത് കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ നമുക്ക് 3 നേരം ആഹാരം പോലും കിട്ടത്തില്ല, അങ്ങനെയാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് കോൺഗ്രസിന് വോട്ടിടുന്നത്? ഉസ്താദ് പറഞ്ഞ BJP-ക്ക് നോട്ടിടാലോ. നമ്മളിപ്പോ ഭരണമാറ്റം വേണം, അങ്ങനെ ചിന്തിച്ചിട്ടല്ലേ നമ്മൾ വോട്ട് മാറി ഇടുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഉസ്താദ് പറയുന്നത് ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഉൾക്കൊള്ളൂല. നിങ്ങൾ 2032 നിങ്ങളും ജീവിച്ചിട്ടുണ്ടെങ്കിൽ പറയാം, അന്ന് പറഞ്ഞു ശരിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ എതിർക്കും, ഇയാൾക്ക് പിരാണ്ടാണ്. 2019 ഞാൻ പറഞ്ഞു, 2019-ലും 2024-ലും BJP അധികാരത്തിൽ വരും, കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. അന്നിന്നെ കൊല്ലം വേണ്ടിയിട്ട് 2019 കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ എണീറ്റു. 2024-ലും ഇയാൾ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നാടാകെ രാഹുൽ ഗാന്ധി ഇളക്കി മുറിച്ചു. ഇതാ എല്ലാം പറഞ്ഞു, ഇതാ ഗുജറാത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ എല്ലാം ഇപ്പോൾ നമ്മൾ കാസിമിയെ നമ്മൾ കോലം കത്തിക്കും എന്നൊക്കെ പറഞ്ഞു. എവിടെ പോയടങ്ങളൊക്കെ നിങ്ങൾ എഴുതിച്ചോളി. ഇപ്പം നിങ്ങൾ അംഗീകരിക്കൂല, പക്ഷെ എഴുതിച്ചോളി. കുറച്ച് യുവാക്കളായിരിക്കും അന്ന് അഴിഞ്ഞാട്. യുവാക്കൾ അഴിഞ്ഞാടും, മതം എടുത്തു കളയും. മതം എന്നൊരു കാലഘട്ടത്തെ നശിപ്പിക്കുന്ന കാലഘട്ടം കോൺഗ്രസിന്റെ അധികാരമുള്ള കാലഘട്ടമായിരിക്കും. ഉസ്താദെ, നിങ്ങൾ മുംബൈയിലേക്ക് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. അവിടെ അരിഞ്ഞാടുന്നുണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ. അതിനിപ്പോ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ആരും വെയിറ്റ് ചെയ്യുന്നില്ല. അതിപ്പോ ഉസ്താദ് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാലാണ് അങ്ങനെ ആവുന്നത്. ഓൾറെഡി അങ്ങനെ ആയിക്കഴിഞ്ഞു. ഉസ്താദ് ഏത് ലോകത്താണ്? ഒരു ബാക്കി എനിക്ക് നല്ല വിമർശനം കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ വീഡിയോ, കാരണം ഉള്ളത് പോലെയാണ് ഞാൻ പറയുന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നു, 2029-ൽ BJP അധികാരത്തിൽ വരില്ല. എന്നാൽ 2029-ന് ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയാൽ BJP-യുടെ കാലഘട്ടം സ്വർഗ കാലഘട്ടമാണ് ഇരുന്നു എന്ന് നിങ്ങൾ എന്നെ പറയും. ഉസ്താദിനോട് ഒരു കാര്യം പറയാം, പൊന്നു മനുഷ്യന്മാരെ. അതിനു മുമ്പ് എനിക്ക് പേഴ്സണലി മതമൊന്നുമില്ല. ഞാൻ പ്രത്യേകിച്ചിട്ട് ഹൈന്ദവർ, ഹിന്ദുക്കള്, ക്രിസ്ത്യാനി, മുസ്ലിം എല്ലാവരും ഒന്നാണ്. ഇവിടെ ഒരൊറ്റ മതമുണ്ട്. ആ മതം മനുഷ്യ മതം. ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ പേര് മനുഷ്യ ദൈവം. അങ്ങനെയാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. എന്നാലും പൊന്നു ഉസ്താദിനോട് ഒരു കാര്യം പറയുകയാണ്. അല്ലയോ ഉസ്താദെ, ഇത് എനക്ക് തെറി കമന്റ് വരും. എന്നാലും ഞാൻ പറയാം, ഇവിടെ ബീഫ് കഴിക്കണ്ടെന്നൊക്കെ പറയുന്നത് ആരാണ്? ക്രിസ്മസ് ആഘോഷിക്കണ്ട, അല്ലെങ്കിൽ ദീപാവലി എല്ലാ മതസ്ഥരും ആഘോഷിക്കണ്ടെന്നൊക്കെ പറയുന്നത് ആരാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉസ്താദിനെ ട്രിക്കിളി കിട്ടിയെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. വേറൊന്നുമില്ല, ബാക്കിയും കൂടി കേട്ട് നോക്കാം. കോൺഗ്രസ് ആണ് മതത്തെ നശിപ്പിക്കുക. എന്തുകൊണ്ട്? കോൺഗ്രസ് ഒരു മതപക്ഷത്തുള്ള പാർട്ടിയല്ല. അതിനെപ്പോഴും അപകടകാരിയായി തീരാവുന്നതാണ്. BJP ഒരു അപകടകാരിയായി തീരുന്നതിനൊരു പരിധിയുണ്ട്. കോൺഗ്രസ് അപകടകാരിയായാൽ അതിന് പരിധിയില്ല. അന്തമുള്ളവർക്ക് മനസ്സിലാവും. എന്തെന്നാണ് ഇങ്ങേര് പറയുന്നത്? എനിക്ക് ഒരു ഇത്തിരി പോലും പിടികിട്ടുന്നില്ല. ഓക്കെ, ഇങ്ങേർക്ക് ഒന്ന് വൈറലാവണം, അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചിലർ പറയുന്നത് ഈ പറയുന്ന ഇറാൻ-ഇസ്രയേൽ യുദ്ധം ഇങ്ങേര് പറഞ്ഞത് അതുപോലെ നടന്നു എന്നാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇറാന്, അതായത് അമേരിക്കയും ഇസ്രയേലും ഇറാനിനെ ആക്രമിക്കുമ്പോൾ ഇറാന് സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളിലുള്ള
അമേരിക്കയുടെ എംബസികളിലേക്ക് ആക്രമിക്കും. അതിനാര് പ്രഖ്യാപിച്ചിട്ടൊരു കാര്യമില്ല. സാമാന്യ ബോധമുള്ളവന്, വിവരമുള്ളവൻ അറിയാൻ പറ്റും. അത് ഒരിക്കലും അതായത് ഇറാനിനെ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ സാധിക്കൂല. അതുകൊണ്ട് അവർ ഈ കുവൈത്തിലുള്ള അമേരിക്കൻ എംബസികൾക്ക് നേരെ ആക്രമിക്കും. അത് തന്നെ ഇങ്ങനെ പറഞ്ഞത് സത്യം. എന്ത് സത്യം? ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്നാൽ ഓരോ സെക്കൻഡിലും സുരേഷ് ഗോപി എന്ന വ്യക്തി ഞാൻ ആ മനുഷ്യരെ കണ്ടിട്ടില്ല. ഞാൻ ആ മനുഷ്യരെ ഒരാളല്ല. നിങ്ങൾ ഇനിയിപ്പോ പറയും കാസിം BJP, അയാളെ പോലെ പറയാവുന്ന മറ്റൊരു MP ആരാ? ഇതിന്റെ അർത്ഥം കേരളം മുഴുവൻ BJP ഭരിക്കണം എന്നല്ല. എന്നാലും അയാൾ അടുത്ത ദൈവനിഷേധിയായ BJP MP വരൂല എന്നും അല്ല. പക്ഷെ വന്ന MP-യെ ബഹുമാനിക്കണമല്ലോ. അയാൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് നേർച്ച കൊടുത്തിട്ടും ഒക്കെ അല്ലേ അയാൾ അധികാരത്തിൽ വന്നപ്പോ അങ്ങനെയല്ലേ ചെയ്തത്? ഒരാൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് നേർച്ച കൊടുത്താൽ അയാളെ നമ്മൾ ബഹുമാനിക്കണം. ഒരു കാര്യം പറയുകയാണ്, ഇത് പൊളിറ്റിക്സ് ആണ്. അപ്പോൾ പൊളിറ്റിക്സിൽ ഞാനും നിങ്ങളും കാണേണ്ടത് പൊന്നുമനുഷ്യന്മാരെ ദ്വാരക്കാനും ഇങ്ങനെ നേർച്ച കൊടുത്തിട്ടൊന്നുമല്ല, നല്ല രീതിയിൽ ഭരിച്ചിട്ടാണ് അധികാരം പിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അല്ലാതെ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് നേർച്ച കൊടുക്കുന്ന പള്ളിക്ക്, അമ്പലത്തിലേക്ക്, ചർച്ചിലേക്ക് അങ്ങനെയല്ല. നല്ല ഭരണം കാണിച്ച വെച്ചിട്ടാണ് നമ്മൾ ഇതാക്കേണ്ടത്. നേർച്ച വെച്ച് ജയിക്കണമെങ്കിൽ K. സുരേന്ദ്രൻ എപ്പോഴേ ജയിക്കേണ്ടതാണ്. പള്ളിക്കും കൊടുക്കുന്നുണ്ട്, അമ്പലത്തിലും കൊടുക്കുന്നുണ്ട്, ക്രിസ്ത്യൻ പള്ളിക്കും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എന്താണ് ബാക്കി കൂടി കേട്ടത്? അമ്പലവും പള്ളിയും മസ്ജിദും ഒക്കെ ഒരുപോലെയാണെന്ന് വിചാരിക്കുന്ന ഒരു നിരീശ്വരവാദിയോ, അതൊക്കെ തട്ടിപ്പാണെന്ന് വിചാരിക്കുന്ന നിരീശ്വരവാദിയോ? അപ്പൊ അയാളെ കൊണ്ട് വരുന്ന ഒരു എന്ത് തിന്മ വന്നാലും അതിനൊരു പരിധി ഉണ്ടാവും. നമുക്ക് അവിടെ സംസാരിക്കാലോ. എന്തുകൊണ്ട്? അയാൾ ദൈവവിശ്വാസിയല്ല. നിങ്ങൾ ബാക്കി MP-മാരിൽ ഒരു MP ആരാണ് പറഞ്ഞത് ഞാൻ ഇന്നാലിന്നൊരു കാര്യം ചെയ്തു, ഞാനൊരു ഖത്തമോദി തീർത്തിട്ടാണ് ഞാൻ ജയിച്ചത് എന്ന് പറഞ്ഞ ആളാരാ? കുറെ തൊപ്പിട്ടടക്കണ ഔലിയാക്കന്മാരുണ്ടല്ലോ. MP ആയതിനു ശേഷം ഒന്നുകൂടി അഹങ്കാരിയായി മുസ്ലിം MP-മാർ. എന്തുകൊണ്ട്? അവർ കണ്ടു കഴിച്ച് മുഴുവൻ ശിർക്കും വിരാത്തുമായി. കാരണം നിങ്ങൾ ദുർബലമായിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. എന്റെ പൊന്നുസ്താദ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളോട് യോജിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതായത് പൊന്നു മനുഷ്യന്മാരെ, ഒരാൾ പറഞ്ഞത് ഇങ്ങനെ സത്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ടെക്നോളജി ഒക്കെ? വെറും കള്ളനാണ്. ഓക്കെ, ബാക്കിയും കൂടി എനിക്ക് ഉറപ്പുണ്ട് ഇത് എന്നെ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല, ഈ വീഡിയോസിന് ലൈക്ക് ഉണ്ടാവില്ല, പക്ഷെ നിലപാട് പറയുക തന്നെ ചെയ്യും. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. നിങ്ങൾ നേരെ ചിന്തിക്കുക. ഇത് പടച്ചോന്റെ കൃപയാണ്. ഞാൻ പടച്ചോന് വേണ്ടി ഞാൻ 10 ഖത്തമോദി തീർത്തിട്ടാണ് ഞാൻ MP ആയത് എന്ന് പറഞ്ഞ ഒരു MP ആരാ? മുസ്ലിം MP. ഞാൻ സഹസ്രനാമം ചൊല്ലി എന്ന് പറഞ്ഞ MP ആണല്ലോ സുരേഷ് ഗോപി. അല്ലെങ്കിൽ അതുപോലെ പലതും ആൾ പറഞ്ഞു. ഞാൻ നരസിംഹ മന്ത്രം ചൊല്ലി, ഞാൻ മന്ത്രം ചൊല്ലി, അത് ചൊല്ലി, ഇത് ചൊല്ലി. എന്തായാണെങ്കിലും അതൊരു പരാശക്തിയിലുള്ള വിശ്വാസമല്ലേ, അതിനെ ബഹുമാനിക്കണ്ടേ? ഇന്ന് കേരളത്തിലെ MP-മാരുടെ കൂട്ടത്തിൽ ദൈവവിശ്വാസിയാണെന്ന് എന്ന് ധൈര്യത്തിൽ പറഞ്ഞ ഒരേ ഒരു MP സുരേഷ് ഗോപി. നിങ്ങൾക്ക് എന്ത് പറയാം? നിങ്ങൾ എന്താണ് വിഷയമല്ല, നിങ്ങൾക്ക് എന്ത് പറയാ? അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഞാനിങ്ങനെ തെറിവിളിച്ചാല് എന്റെ വീഡിയോസ് കുറെ ആൾക്കാർ കാണുന്നുണ്ട്, കുറെ പേര് പറയും അവന് മറ്റേ മതമില്ല ഇങ്ങനെ ഒക്കെ. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞ് മൊത്തത്തിൽ ഞാൻ വെക്കാം. ഓക്കെ. അതേസമയത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ നോക്കി, ദൈവത്തെ നിഷേധിക്കുന്ന പേജുകൾ ഇഷ്ടം പോലെ. ദൈവം തന്നെയല്ല, അതൊക്കെ തട്ടിപ്പാണ്. ദൈവം തട്ടിപ്പാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞില്ലല്ലോ, പറയൂല. ദൈവവിശ്വാസിയാണ്. നിങ്ങൾ ചിന്തിക്കണം, മഠയന്മാരും മണ്ടന്മാരുമാണ് മതവിശ്വാസികളിൽ ഇന്ന് ഭൂരിപക്ഷവും. നിങ്ങൾ കാത്തിരുന്നോളി, 2029 വന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അന്ന് ഇന്ത്യയിലെ മതം വിശ്വാസം പൂട്ടു, കഴിഞ്ഞതിന്റെ കഥ കഴിയും. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ BJPക്ക് പറച്ചിലുണ്ടാവുള്ളൂ. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുക കോൺഗ്രസ് ആയിരിക്കും. ഇനി പേരിനെങ്കിലും ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ BJP ആലോചിച്ച BJPക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ടാവും, അവരുടെ പ്രശ്നങ്ങളുണ്ടാവും. എന്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കരുതെന്ന് വിശ്വസിക്കുന്ന അനവധി ഹൈന്ദവ നേതാക്കൾ ഇന്ത്യയിലുണ്ട്. എന്ത് പഠിച്ചവൻ ഇങ്ങനെ ആദ്യം ഒരു ക്ലിപ്പും കൂടി കേട്ടിട്ട് പോയി. ഇസ്ലാം എന്നാൽ ഒരു കൾച്ചറാണെന്ന് പറയുന്ന മുസ്ലിം സംഘടനകളുണ്ടാവും. ഇസ്ലാം ഒരു കൾച്ചറാണ്, ഒരു റിലിജിയൻ അല്ല, ഒരു കൾച്ചറാണ്. പറയും പോലെ അങ്ങനെ പറയും, ഇസ്ലാം ഒരു കൾച്ചറാണെന്ന് പറയും.
മുഹമ്മദ് നബി ജീവിച്ചിരുന്നു എന്നതിന് ഉറപ്പില്ല എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ 2050 ഭൂമിയിലുണ്ടാവും. 2050 ഭൂമിയിലുണ്ടാവും. 2050 ഖിയാമത്ത് ഉണ്ടാവും. അങ്ങനെ ഭൂമിയിലുണ്ടാവും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നു എന്നതിന് തെളിവില്ല. എത്രത്തോളം ഇസ്ലാം ഒരു കൾച്ചറാണ്. ഇസ്ലാം ഒരു കൾച്ചറാകുമ്പോൾ ഒരു കൾച്ചറിന്റെ ഒരു എന്താ പറയാ ഒരു പുസ്തകം എന്ന നിലക്ക് മാത്രമേ ഖുർആനെ കാണുള്ളൂ. ഒരു കൾച്ചറിന്റെ പുസ്തകം, അറേബ്യൻ കൾച്ചറിന്റെ ഒരു മാനിഫെസ്റ്റോ. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഭ്രാന്താവുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളൊന്ന് ചെയ്യണം. ഓക്കെ, തൽക്കാലം മൈൻഡ് അപ്പ്.